ഹലോ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അതിൻ്റേതായ കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 6 എണ്ണത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒബ്ജക്ട്സ്, ക്ലാസസ്, ഡേറ്റ ആബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഈ 6 കോൺസെപ്റ്റുകളാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉള്ളതുമായത് 2 കാര്യങ്ങളാണ്: ഒബ്ജക്റ്റുകളും ക്ലാസ്സുകളും. ഇത് പരസ്പരം കണക്റ്റ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റിന് പലയിടത്തും പല ഡെഫിനിഷൻസും കാണാം. അപ്പോൾ ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ക്ലാസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. ബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ. അപ്പം ബേർഡ് എന്ന് പറയുന്നതിന് അതിൻ്റേതായ നെയിം ഉണ്ടാവും, കളർ ഉണ്ടാവും, വിങ്സ് ഉണ്ടാവും. വിങ്സൊക്കെ ഉള്ളതിനാണ് നമ്മൾ ബേർഡുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേർഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനകത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നത്. അപ്പം ബേർഡ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബേർഡ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഉണ്ടാവും. ക്രോസ്, പാരറ്റ്, പീജൺസ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ ബേർഡ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതാണ് നെയിം, കളർ, വിങ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരാണ് ആരൊക്കെ? ക്രോവ്, പാരറ്റ്സ്, പീജൺ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബേർഡിന് പല ആക്ഷൻസ് ചെയ്യാൻ പറ്റും. ഫ്ലൈ ചെയ്യാൻ പറ്റും, ഈറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു ബേർഡിന് കുറേയധികം ആക്ഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ഷൻസും ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ നമ്മളത് മുമ്പോട്ട് പോകുമ്പോൾ പറയും എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബേർഡ് എന്ന് പറയുമ്പോൾ അതിന് ആക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ബേർഡ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ ഇത്ര ഇൻസ്റ്റൻസുകളെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. ഇനി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറാണ്. എന്തിൻ്റെ കണ്ടെയ്നർ? വേരിയബിൾസിൻ്റെയും മെത്തേഡ്സിൻ്റെയും കണ്ടെയ്നറിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ് നിർത്തിയ നമ്മുടെ പ്രോപ്പർട്ടീസ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ നെയിമുണ്ട്, കളറുണ്ട്, വിങ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത് അത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേർഡ്സിന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറേ ആക്ഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ആക്ഷൻസിനാണ് നമ്മളിവിടെ മെത്തേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഒറിജിനലി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ഫങ്ഷൻസാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒറിജിനൽ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്, മെത്തേഡുകൾക്കകത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ കേട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം സെറ്റ് ഓഫ് കോഡ്സ്, അതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന് മെമ്മറി അലോക്കേറ്റഡ് ആവുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നുള്ളൂ? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് ക്ലാസ്സിന് ആവശ്യമായുള്ള മെമ്മറിയും കൂടി കിട്ടുന്നത്. അപ്പോൾ ഒബ്ജക്റ്റും ക്ലാസ്സും പരസ്പരം കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റും കൂടി നമ്മൾ ആ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ക്ലാസ്സിനെ കോൾ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ അതിൻ്റെ പകുതി മീനിങ് ഉണ്ട്. ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ക്യാപ്സ്യൂൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമെ ഒരു ആവരണം ഉണ്ടാവും. ആ ക്യാപ്സ്യൂൾ തുറന്നാൽ അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് ഒറിജിനലി ഉള്ള കാര്യങ്ങൾ. ആ ഉള്ളിലുള്ള ആ ക്യാപ്സ്യൂളിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഒറിജിനലായിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളത് കാണുന്നില്ല. അതിൻ്റെ പുറമെ ഒരു കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റയുടെ മെത്തേഡ്സിൻ്റെ ഒരു റാപ്പിംഗ് അപ്പാണ്. ഡേറ്റാസിൻ്റെയും മെത്തേഡ്സിനെയും എല്ലാം കൂടി ഒരു ചെറിയ യൂണിറ്റിനകത്താക്കി ഒന്നിച്ചു വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ C++നകത്ത് ഈ എൻക്യാപ്സുലേഷൻ അച്ചീവ് ചെയ്യുന്നത് ക്ലാസ് എന്ന കോൺസെപ്റ്റ് വഴിയാണ്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. ക്ലാസ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? വേരിയബിളും ഉണ്ട്, മെത്തേഡും ഉണ്ട്. അതിനെല്ലാം കൂടി നമ്മൾ റാപ്പ് ചെയ്ത് ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫിൽ ഞാനൊരു എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഫോൺ നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ പേരുകളൊക്കെ ഇട്ട് അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൺ നമ്പറൊക്കെ വെച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ് നമ്മളതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒറിജിനലി അതെങ്ങനെയാണ് സേവ് ആകുന്നത്? ഡിജിറ്റൽ ഫോർമാറ്റിലാണ് സേവ് ആകുന്നത്. പക്ഷേ ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നോ എങ്ങനെയാണ് അത് സേവ് ആയി അകത്തിരിക്കുന്നതെന്നോ നമുക്കറിയില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അകത്തിങ്ങനെ എല്ലാം കൂടെ വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ പുറമെയുള്ള പേര് മാത്രമേ
കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഈ 3 ടോപ്പിക്കുകളാണ് എടുത്തിരിക്കുന്നത്: ഒബ്ജക്റ്റ്, ക്ലാസ്, എൻക്യാപ്സുലേഷൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.